അപ്പോൾ നമുക്ക് ഇനി വേഗം ചാലാ ഭഗവതിൻ്റെ മുന്നിലും കൂടി പോയിട്ട് നമുക്ക് ഇതാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചാലാ ഭഗവതിൻ്റെ അടുത്ത് കൂടി നമുക്ക് പോവാം. അക്ഷരം ക്രോധത്താൽ കൊട്ടയിൽ തീയും കോരി ഞാൻ അളകാട്ടന്റെ പറന്നുപോയവൻ പറക്കുട്ടി കുട്ടി. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം വന്നിട്ട് ഓരോ കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നതാണ്. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി അനുഭവങ്ങളാണ് നമ്മളെ ലൈഫിൽ. ഇതെന്തിനാ കാണിച്ചു തരുന്നത് ചിലോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാ ആവശ്യം നമുക്കതൊന്നും കാണേണ്ട വോട്ട് കണ്ടോളും, കാണാണ്ട് നിൽക്കേണ്ട വോട്ട് കാണണ്ട, ഇത്രയേ പറയാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഓരോ ദിനങ്ങളും ഓരോ സെക്കൻഡും നമുക്ക് പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ സംസ്കാരങ്ങൾ, പുതിയ പുതിയ ആചാരങ്ങൾ, പുതിയ പുതിയ ഭക്ഷണ രീതികൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ലൈഫിൽ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പുതിയ പുതിയ വ്യക്തികളെ നമ്മൾ കാണുന്നു, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ പുതിയ പിന്നെ ജീവികളെ നമ്മൾ പരിചയപ്പെടുന്നു. ജീവിത അവസാനം വരെ നമ്മൾ ഓരോന്നും പുതിയ പുതിയതായിട്ട് നമ്മൾ കാണുക തന്നെ ചെയ്യുന്നത്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ എല്ലാം ഒരു വിഷയം മാത്രം നമ്മൾ ഓരോ രീതിയിൽ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ നമുക്ക് അവിടത്തെയും കൂടി കണ്ടിട്ട്, അപ്പോൾ ഇത് ചെറിയ ഒരു വീഡിയോ ആണ്, നമുക്ക് നോക്കാം. ഭഗവതി ഇരുന്നു എന്ന് പറഞ്ഞ കല്ല് ഞാൻ ഒരിക്കും കൂടി കാണിച്ചു തരാം. ഈ കല്ലിൻ്റെ ചുവട്ടിലാണ് ഭഗവതി വന്നിരുന്നു എന്ന് പറയപ്പെടുന്നത്. അത് ചാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ മേൽശാന്തി വന്ന് ഇവിടെ ഭഗവതിക്ക് പൂ സമർപ്പിച്ച് അദ്ദേഹം പോയി. പിന്നെ ബാക്കിയൊക്കെ ഭക്തന്മാർ ഇവിടെ സമർപ്പിക്കുന്നതാണ്. ചെറിയൊരു മരമാണ്, പക്ഷെ അത് വളരുമില്ല എന്നാൽ നശിക്കുകയില്ല. ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഒരു മരം. അത് മനസ്സിലായില്ല. ഇവിടെ ഈ വളക്കെല്ലാം ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ആരും ഇന്നുവരെ ഒരാൾ എടുത്തുകൊണ്ടല്ല, എടുത്തുകൊണ്ടേ ഉടനെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടേക്കും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് സംഭവം. കണ്ടില്ലേ, മരം കണ്ടില്ല. ഇപ്പം നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇനി വേഗം ചാല ഭഗവതിൻ്റെ മുന്നിലും കൂടി പോയിട്ട് നമുക്ക് ഇതാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചാല ഭഗവതിൻ്റെ അടുത്ത് കൂടി നമുക്ക് പോവാം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയ ഒരു ആര്യാന്മാരുണ്ട്. അത് ഇതിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ നല്ല വൃത്തിയിൽ കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? വൈകിട്ട് മറ്റുള്ള സമയങ്ങളിലൊന്നും ആര്യാന്മാരിട്ട് പോയി ഇരിക്കാൻ പാടില്ല. പോയി ഇരിക്കേണ്ട സമയം നമ്മൾ ഒന്നെങ്കിൽ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പിട്ട് വേണം ഇരിക്കാമെന്നാണ് വിധി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അരയാൽ നമുക്ക് ഊർജ്ജം നൽകും. നമ്മളെ ശരീരത്തിലെ നെഗറ്റീവ് അത് വലിച്ചെടുത്തിട്ട് നമുക്ക് ഊർജ്ജം നൽകും. പിന്നെ മറ്റുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അരയാൽ എന്താക്കുമെന്ന് വെച്ചാൽ നമ്മളെ ഊർജ്ജം അങ്ങോട്ട് വലിക്കും. അതുവരെ അരയാൽ നമുക്ക് ഊർജ്ജം തന്നതാണെങ്കിൽ മറ്റുള്ള സമയത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അരയാൽ തിരിച്ച് അങ്ങോട്ടേക്ക് വലിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരറിവാണ്. അപ്പം ഇതാണ് ചാല ഭഗവതീൻ്റെ കവാടം, പടിഞ്ഞാറ് നടയാണ്. പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരാളാണ്. എന്താ അങ്ങോട്ട് പേര്? നമസ്തേ. എന്താ പേര്? മഹേഷ് എന്നാണ് അല്ലേ? പിന്നെ എവിടെ വീട്? ഇവിടെ അമ്പലത്തിൻ്റെ അപ്പുറമാണ് അല്ലേ? പിന്നെ എത്ര വർഷമായി ഇവിടെ ഭഗവതിൻ്റെ സേവകനായിട്ട്? കുട്ടിയിലെ ഇവിടെ പിന്നെ അമ്മൂപ്പറമ്പിനെ പറ്റിയിട്ട് എന്താ ഒന്നും നിങ്ങൾക്ക് പറയാനുണ്ടോ? അമ്മൂപ്പറമ്പിനെ പറ്റി നമ്മളെ ഇത് പ്രകാരം എന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ അമ്മൂപ്പറമ്പിലായിരുന്നു, കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂപ്പറമ്പിലായിരുന്നു ദേവിയുടെ മൂലസ്ഥാനം അമ്മൂപ്പറമ്പിലാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക്
പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നത്. നടത്തിയത് അത് ആ എല്ലാ ദിവസവും രാവിലെ അവിടെ നിവേദ്യത്തിന് ഇവിടുത്തെ നമ്പൂരി പോയിട്ട് അവിടെ ഇത് ചെയ്യുന്നത്. പിന്നെ ഉത്സവ സമയത്ത് പിന്നെ ഇവിടുത്തെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം അവർ നേരെ പറമ്പിലേക്ക് പോയി അവിടെയും ഇതേപോലെ തന്നെ പ്രദർശനം കഴിഞ്ഞ് അത് തിരിച്ച് ഇവിടുത്തേക്ക് വരുന്നു. ഏകദേശം എത്ര 1 കിലോമീറ്റർ ഉണ്ടാവും? അവിടുന്ന് 1 കിലോമീറ്ററിനുള്ളിൽ വരും അല്ലേ? പിന്നെ നിങ്ങൾ കുട്ടിക്കാലത്ത് കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? അതിൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ മരത്തിന് നൂറ്റാണ്ടുകളെ പഴക്കമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും കണ്ടകൂട്ടറും കേട്ടകൂട്ടറൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും നമ്മളെ പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാലത്ത് നമ്മളെ ചെറിയ പ്രായത്തിലേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ തന്നെയുള്ളൂ. അതിനുള്ള പൂക്കൾ ഉണ്ടാവില്ല മരത്തിന് മുകളിൽ ഒരു വെള്ള പൂക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് അത്ര ശ്രദ്ധയിൽപ്പെട്ടില്ല. അല്ലേ? പിന്നെ പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അപ്പം ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി കുളത്തിൻ്റെ ഒരു നവീകരണം കൂടി ഒന്ന് ശരിയായി വരണം. പക്ഷേ ഈ നമ്മളിപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് അറിയാനില്ല. എവിടെയാണെന്ന് വെച്ചാൽ പണ്ട് പിന്നെ ഈ നാട്ടിലെ മുഴുവൻ നീതിന്യായ വ്യവസ്ഥ നിലനിന്നൊരു സ്ഥലമാണിത്. ചാലിയൽ കൊട്ടാരം എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ എന്നാലും ഈ ചാലിയൽ കൊട്ടാരത്തിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ചേര രാജാക്കന്മാർ അവര് നിയമിച്ച ആൾക്കാരെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള 4 തറവാട്ടുകാരും ശിവനെ ഒരു ന്യായാധിപനാക്കിക്കൊണ്ടുള്ള ഒരു ഇതായിരുന്നു ഇവിടെ നടത്തുന്നത്. ചാലിയൽ കൊട്ടാരം കൊട്ടുംപുറം നിലങ്ങൾ അതിൽ കൊട്ടാരാണ് ഈ ചാലയിലുള്ളത്. ചാലയിൽ കൊട്ടാരം എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മള് കൂടുതൽ അറിയായില്ല. അല്ല, അത് അറിയുന്നവര് കൃത്യമായി പറഞ്ഞു തരില്ല. അതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തരുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റിപ്പോവും, ഞാൻ പറയുന്നത് വെറുതെ കൈപ്പോന്ന് വെച്ചിട്ട് ഇവർ പറയാൻ നിൽക്കില്ല. കാരണം നമുക്ക് ആരും നമ്മുടെ ഹൈന്ദവ ആചാര വിധി പ്രകാരം നമ്മളെ രേഖകൾ മുഴുവൻ നശിപ്പിച്ചായിരുന്നു പണ്ട് കാലങ്ങളിൽ. 4 വേദങ്ങളും നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. പിന്നീട് എന്ന് വെച്ചാൽ 4 വേദങ്ങൾ 2 കുഞ്ഞുങ്ങളിലേക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞത്. ആ കുട്ടികളിൽ നിന്ന് പിന്നീട് എടുത്തിട്ടാണ് അന്ന് അലക്സാണ്ടർ മഹാരാജാവിൻ്റെ കഥ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം ഇതെടുക്കാനാണ് വന്നിട്ടുള്ളത്. അത്രയും അമൂല്യമായിട്ടുള്ളത്. അപ്പോൾ ആ സാധനം കിട്ടിയില്ല. എന്താന്ന് അദ്ദേഹം നശിപ്പിച്ചു. പക്ഷേ ആ 4 വേദവും നശിച്ചിട്ടില്ല. ആ 4 വേദവും 2 കുട്ടികളെ തമ്മിലുണ്ട്. 2 ആൾക്ക് ആ വിദ്യ പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നീട് അത് പകർത്തി എഴുതി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ഇഷ്ടംപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. ഇന്നും നമ്മൾ അറിയാതെ അനേക സ്ഥലമുണ്ട്. ലോകം മുഴുവൻ, വിശ്വം മുഴുവൻ ഭാരതീയ സംസ്കാരങ്ങൾ നിലനിന്ന ഒരു കാലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ സംസ്കാരം ബാക്കി എല്ലാ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ നമ്മുടെ സംസ്കാരം ഇതുവരെ നശിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരെയും നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ എന്നല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുക, എല്ലാ ജീവനും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടോ മരങ്ങളെ പൂജിക്കുന്നു, കല്ലുകൾ വെച്ച് പൂജിക്കുന്നു, പ്രതിമകൾ വെച്ച് പൂജിക്കുന്നു, അല്ലേ? ഒന്നിനു പറഞ്ഞാൽ ആദ്യത്തെ വരെ വെച്ച് പൂജിക്കുന്നു, കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ സംസ്കാരം അതാണ്. പക്ഷികളെ വെച്ച് പൂജിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. മധുര മീനാക്ഷി എന്താ സത്യമാണ്. വാഹന എന്ന് പറയപ്പെടുന്നെങ്കിലും ശിവനെന്ന് പറയപ്പെടുന്നത് നന്ദിയായിട്ടാണ് പറയപ്പെടുന്നത്, ഇല്ലേ? നന്ദി തന്നെയാണ് ശിവൻ എന്ന് പറയപ്പെടുന്നില്ലേ? അപ്പോൾ നമ്മളെ ഭാരതീയ സംസ്കാരം അതാണ്. അപ്പം എന്തായാലും അങ്ങ് രാവിലെ ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിപ്പിച്ചു. കുറച്ച് കാര്യങ്ങളും കൂടി അറിയണമെന്നുണ്ട്. അപ്പം കുറച്ച് തിരക്കായി പോയി, അല്ലേ? ഒരിക്കലും പേര് പറയും. പേര് മഹേഷ്, അല്ലേ? നല്ല നമസ്കാരം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാന്ന്. ഇത് പടിഞ്ഞാറ് നാടിയാണ്. ഞാൻ നിങ്ങൾക്ക് അന്ന് കാണിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കുമ്പം 2 വീഡിയോ വരേണ്ട ഒരു അവസ്ഥ വന്നു ഇപ്പം. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. നമുക്ക് ഇത് ഒരു ഔഷധമാണ്. ശരി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കുറേ ഔഷധമാണ്. വൈഷ്ണവ സാമീപ്യമുള്ള മണ്ണിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ചാലാ ഭഗവതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 4 മണിക്ക് ചുരം ഇറങ്ങിയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൊടും തണുപ്പത്തോടി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൻ്റെ അടുത്തൊക്കെ വീടുണ്ട് കേട്ടോ. വീടുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
അതിന് മുമ്പിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ സാധാരണ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, മുണ്ട കൊടുക്കാറ്. പണ്ട് അതും ഉണ്ടായിരുന്നില്ല, വസ്ത്രമൊന്നും ഇല്ലാതെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറേ ഭക്തന്മാർ ആചാര്യന്മാരൊക്കെ ആരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വണ്ടിയിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ പലതവണ ശ്രദ്ധിക്കുന്നുണ്ട്, എപ്പോൾ അതും കൊണ്ട് നിങ്ങൾ വീഴുവാന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എടുത്തിട്ട് അങ്ങനെ പോയിട്ട് ശീലമില്ലാത്ത ഒരാളല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പാൻ്റ് ആക്കണം. ഞാൻ പറയും പാൻ്റൊന്നും നമുക്ക് ശരിയാവില്ല. നമ്മളെ ആ സംസ്കാരത്തിൽ മാത്രമല്ല, നമ്മളൊരു ആ ഒരു കൾച്ചറിൽ അത് നടക്കില്ല നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ തന്നെ ആയി പറഞ്ഞു വരാൻ തന്നെ പാടുപെട്ടത് എനിക്ക് മാത്രമേ അറിയും. അതുകൊണ്ട് ഇവരെന്താക്കിയാൽ എനിക്കൊരു ഷൂവും ഒരു പാൻറ്റും ഒക്കെ വാങ്ങി തന്നു. നന്നായി. എന്താ വെച്ചാൽ അത്രയും തണുപ്പത്തുനിന്ന് വരുമ്പം നോർത്ത് ഇന്ത്യയിലെ എല്ലാ സന്യാസിമാരും ഷൂവും പാൻറ്റും ഒക്കെ ഉപയോഗിക്കാറുന്ന സന്യാസിമാരൊക്കെ ഉണ്ട്, അതില്ലാത്ത സന്യാസിമാരും ഉണ്ട്, നിഗംബരന്മാരായിട്ട് നടക്കുന്ന സന്യാസിമാരും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം യാത്രയിൽ നമ്മൾ മറ്റുള്ള പോലെയല്ല, യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചിട്ട് കാല് കീറും, കൈയിൻ്റെ ചുണ്ട് അടക്കം കീറി പറഞ്ഞ് അലാക്കായിട്ടെല്ലാം ഉണ്ട് മുമ്പിട്ടെല്ലാം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അവർ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു പാൻറ്റും ഷൂവും വാങ്ങിയിട്ട് ഇട്ടെന്ന് കണ്ടോ. പാൻറ്റ് എന്ന് വെച്ചാൽ പാൻറ്റല്ല, അത് വേറെ തന്നെ എന്തോ അതിന് പേര് പറയാനുണ്ട്, അതാണ് സാധനം. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാം. നമ്മൾ അന്ന് സന്ധ്യക്കല്ലേ വന്നേ. ഇതാണ് നമ്മളെ ഭഗവതി കേട്ടോ. നമ്മളിപ്പം പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കി ഉള്ളത് നമ്മൾ രാത്രി കണ്ടതാണെങ്കിലും കാളിയമ്മേൻ്റെ അമ്മൂപ്പറമ്പിലെ ദേവീൻ്റെ ഇത് നിങ്ങൾക്ക് അത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ, നട പൂട്ടിയിട്ടാണുള്ളത്. ഉള്ളിൽ കയറുന്നില്ല. ഇത് ഇവിടെ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചതാണ് കേട്ടോ. അങ്ങോട്ട് കയറുന്നില്ല. നല്ല നമസ്കാരം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണേ ഇത്. ഇത് പറഞ്ഞുതരാം. എൻ്റെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേഷമായതുകൊണ്ട് ആൾക്കാർ ചോദിക്കും, നിങ്ങളാരാ, നിങ്ങളെന്താ പരിപാടി എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി കാണാം. അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇത് ഭഗവതിൻ്റെ ആറാട്ട് തറ എന്നാണ് പറയുക കേട്ടോ. അത് അന്ന് ഞാൻ പറഞ്ഞു പോയത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ആറാട്ട് തറ എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ ദേവി ഉത്സവ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതാണ് അത്. ഞാൻ അന്ന് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ശാസ്താവിന് ഇങ്ങനെ ഒരു പീഠായിട്ട് ഈ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തറ കെട്ടിയിട്ടാണ്. അപ്പം ഇത് ആറാട്ട് തറ എന്ന് പറയും. ദേവി പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു രീതിയാണ്. മറ്റുള്ളവർക്ക് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ് ആറാട്ട് തറ. ഉത്സവ സമയത്താന്ന് തോന്നുന്നു അത് വരാറ്. നമ്മൾ കൂടുതലും അതിനെപ്പറ്റി വ്യക്തമായിട്ട് ആത്മീയമായിട്ട് പറയുമ്പം കൂടുതലും അതിനെപ്പറ്റി വ്യക്തമായി നമ്മളറിയാതെ നമ്മൾ പറയാതല്ലോ, അതുകൊണ്ടാണ്. നമസ്തേ. എന്താ പേര്? അഭിലാഷ്. അഭിലാഷ് അല്ലേ? ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരൻ. കുറേ കാലമായ പാരമ്പര്യമായിട്ട് കിട്ടിയോ? പാരമ്പര്യ അച്ഛനായിരുന്നു. അതിന് ശേഷം 5-6 വർഷം. 5-6 വർഷം അല്ലേ? വേറെന്താ ജോലി ചെയ്യുന്നു? ഞാൻ വേറെ മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡില്ല അല്ലേ? എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. നല്ല നമസ്കാരം. ആയിക്കോട്ടെ. അങ്ങോട്ട് വരുന്നതാ? അങ്ങോട്ട് വരുന്നത് ബാലകൃഷ്ണൻ അല്ലേ? നല്ല താളം. ഇത് ഏത് ഇതിൽ പെടുന്ന? ആദ്യത്തെ അസുരത്തിൽ പെടുന്ന, ദേവഗണത്തിൽ പെടുന്ന അല്ലേ? ഈ താളത്തിന് എന്താ പറയുക, പേര് പറയാ? ഈ താളത്തിന് ചെമ്പട താളം. ചെമ്പട താളം അല്ലേ? ഏറ്റവും ചെറിയത് അല്ലേ? അതിന് വലുത് ഒരുപാട് താളങ്ങളുണ്ട്. ആ പറഞ്ഞത് കാരണം താളങ്ങളൊന്നും ഒരുപാടുള്ളതുകൊണ്ട്
ഇപ്പോൾ എരിഞ്ഞിത്തള അതെല്ലാം ഭയങ്കര ഭയങ്കരം ടോപ്പിലുള്ളത് അല്ലേ? അതായത് താളം അവസാനിക്കണമെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റെല്ലാം വേണോ? അത് അവസാനിക്കേണ്ടി മേളത്തിന്. മേളത്തിന്. അതെ അതെ, അത് മേളം ശരിയായ മേളല്ലേ? ഇത് 10, 40, 50 ആൾ നിരന്നേക്കുന്ന മേളം. മേളങ്ങൾ. അതെ അതെ, അത് ശിങ്കാരി മേളം ഒക്കെ കേട്ടില്ല, അത് വേറെ. ശിങ്കാരി മേളം വേറെ. അതെ അതെ. എന്നാൽ നമസ്കാരം. അസുരവാദ്യം എന്ന് പറഞ്ഞാൽ തെയ്യത്തിന് ഉപയോഗിക്കുന്നത് അസുരവാദ്യം. ഇത് ദേവവാദ്യത്തിൽ അസുരവാദ്യം നമ്മൾ തെയ്യങ്ങളിൽ ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലേ? എന്നാൽ ശരി. നമസ്കാരം. അങ്ങനെ ചാല ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം.